ഹായ്, ഇന്നിതാ ഞങ്ങളെ പരിചയപ്പെടുത്തുന്നത് ബ്രഹ്മിയാട്ടോ. ഈ ബ്രഹ്മി എന്നൊക്കെ പറഞ്ഞാൽ എന്താ പറയുക, നമ്മളെല്ലാവരും നമ്മളെ വീടുകളിലൊക്കെ വെച്ച് പിടിപ്പിക്കണം. ഇത് ഇതായത് 20 ദിവസം 25 ദിവസത്തെ വളർച്ചയാണിത്. ഇത് ഞാൻ എന്താ ഇത്രയും ചെറിയൊരു കഷ്ണം, ഇത്രയും ചെറിയൊരു കഷ്ണമാണ് ഞാൻ ഈ കവറിൽ വെച്ചത്. ഇത് സാധാരണ കവറിൽ വെച്ചതാണ്. ഇതുപോലുള്ള കവറിലോ എനിക്ക് ഗ്രോ ബാഗ് വലുതോ കിട്ടുകയാണെങ്കിൽ അതല്ലെങ്കിൽ എന്താ പറയുക, ചെറിയ ചട്ടികളൊക്കെ ഉണ്ടായാലേ നമ്മൾ വേസ്റ്റ് പാത്രങ്ങളിലൊക്കെ നമ്മൾ എന്താ വെച്ച് പിടിപ്പിക്കാൻ പറ്റും. ഈ ബ്രഹ്മിയൊക്കെ നമ്മൾ നിർബന്ധമായിട്ടും നമ്മൾ വീടുകളിൽ നമ്മൾ വെച്ച് പിടിപ്പിക്കാൻ തന്നെ വേണം. കാരണം നമ്മളെ പ്രത്യേകിച്ച് ചെറിയ കുട്ടികളൊക്കെ വീടുകളിലുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഓർമ്മശക്തി, ബുദ്ധിശക്തി എന്നിവയൊക്കെ വളരെ നല്ല ഉപകാരപ്രദമായ ഒരു ഔഷധമാണ് ബ്രഹ്മി. അതുകൊണ്ട് തന്നെ നമ്മുടെ ആവശ്യത്തിനുള്ള നമ്മുടെ വീട്ടിൽ നമ്മൾ വെച്ച് പിടിപ്പിക്കാൻ ഓരോരുത്തരും ശ്രമിക്കുക. ഇതിപ്പോൾ ഞാനൊരു കവറിൽ വെച്ചതാണ്. അത് മാത്രമല്ല, ആയുർവേദത്തിലെ പല മരുന്നുകളിലും ഒരു പ്രധാന ചേരുവയാണ് ബ്രഹ്മി. അപ്പോൾ ബ്രഹ്മി ഒന്നും നമ്മൾ എന്താ പറയുക ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. കാരണം ഇതിന് ഇപ്പോൾ ഒരു കവറിൽ വെച്ചാൽ നമ്മളൊന്ന് നനച്ച് കൊടുത്താൽ മതി. ഇതിന് നല്ല ജലാംശമാണ് വേണ്ടത്. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലുള്ള ഔഷധ സസ്യങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കുക.